ഇൻകം ടാക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്തെ പൗരന്മാരിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്ന നികുതിയാണ് ഇൻകം ടാക്സ് എന്നത് നമുക്കറിയാം. കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു പഠന വിഷയമായതുകൊണ്ട് ധാരാളം പേർ ഈ നിയമത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും കേവലം ഒരു പഠന വിഷയത്തിനപ്പുറം അതിന്റെ പ്രാക്ടിക്കൽ തലങ്ങളെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാറില്ല. അതുപോലെ ഒരു നിശ്ചിത തുകയ്ക്കപ്പുറം വരുമാനം ലഭിക്കുന്നവർ നികുതി നൽകുന്നുണ്ടെങ്കിലും അതിന് നിയമവശങ്ങളെക്കുറിച്ച് അറിയാതെ പോകുന്നുമുണ്ട്. വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ തലത്തിൽ ചിന്തിക്കുന്നതും നികുതി നൽകുന്നവർ അത്യാവശ്യം വേണ്ട നിയമവശങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതും നല്ലതാണ്. ഇൻകം ടാക്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ പുതുക്കിയ സ്ലാബ് റേറ്റ് എങ്ങനെയാണെന്ന് കണ്ടിരുന്നു. എങ്കിലും ബിസിനസ് വരുമാനക്കാർക്കൊഴികെ മറ്റുള്ളവർക്ക് പഴയ സ്ലാബ് റേറ്റിലും നികുതി നൽകാൻ സാധിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ പഴയ സ്ലാബ് റേറ്റ് എങ്ങനെയാണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും നോക്കാം. 2.5 ലക്ഷം രൂപയാണ് ഇവിടെയും നികുതി നൽകാതിരിക്കാനുള്ള പരിധി. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി നൽകേണ്ടത്. 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ മാത്രം സെക്ഷൻ 87A പ്രകാരം നികുതി നൽകേണ്ടതില്ല. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 20%, 10 ലക്ഷത്തിന് മുകളിലോട്ട് 30% നികുതിയുമാണ്. ഇതോടൊപ്പം 2 സ്ലാബ് റേറ്റുകളിലും 4% എഡ്യൂക്കേഷൻ സെസ് കൂടി നികുതിക്ക് മുകളിൽ നൽകേണ്ടതുണ്ട്. ഈ പഴയ രീതിയിലുള്ള നികുതി ഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാപ്റ്റർ 6A പറഞ്ഞിരിക്കുന്ന പ്രകാരം ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള അടവുകളും നിക്ഷേപങ്ങളും ഒക്കെ കുറച്ചതിന് ശേഷം ബാലൻസ് തുകയ്ക്കാണ് നികുതി നൽകേണ്ടത്. ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നത്, ഹോം ലോണിലേക്ക് വരുന്ന തിരിച്ചടവ്, മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് എന്നിങ്ങനെയുള്ളവ ഇപ്രകാരം കുറച്ചെടുക്കാവുന്നവയാണ്. എന്നാൽ പുതിയ ഇൻകം ടാക്സ് സ്ലാബിൽ ഇത്തരത്തിലുള്ള അടവുകളോ നിക്ഷേപങ്ങളോ കുറയ്ക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നികുതി നൽകുന്നവർ ഇവയിൽ ഏതാണ് തങ്ങൾക്ക് ഗുണപ്രദം എന്ന് നോക്കി സ്ലാബ് തിരഞ്ഞെടുക്കേണ്ടതാണ്. സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നിങ്ങനെയുള്ള വേർതിരിവുകളും മുമ്പുണ്ടായിരുന്ന സ്ലാബ് റേറ്റുകളിൽ ഉണ്ടായിരുന്നു. വ്യക്തികൾ ചേർന്ന് സ്ഥാപനങ്ങളായി മാറുമ്പോൾ നൽകേണ്ട ഇൻകം ടാക്സ് സംബന്ധിച്ച കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക. താങ്ക് യു.